നിംഷാസ് കിച്ചന്റെ എല്ലാ വ്യൂവേഴ്സിനും നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡെസേർട്ടിന്റെ റെസിപ്പി ആയിട്ടാണ്. ബ്രെഡ് പുഡിംഗ് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന, അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആണ് ബ്രെഡ് പുഡിംഗ്. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് ഇറങ്ങാം. അപ്പൊ നമുക്ക് ബ്രെഡ് പുഡിംഗ് തയ്യാറാക്കാൻ തുടങ്ങിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 6 സ്ലൈസ് വൈറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ സൈഡ്സ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ 6 സ്ലൈസ് ബ്രെഡും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് ഈ ബ്രെഡ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ബ്രെഡ് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ വൈറ്റ് ബ്രെഡ് എടുത്തുന്നേ ഉള്ളൂ. പിന്നെ വൈറ്റ് ബ്രെഡ് ഉപയോഗിച്ച് തയ്യാറാക്കുമ്പോൾ മൾട്ടിഗ്രെയിൻ ബ്രെഡ് അതുപോലെ തന്നെ വീറ്റ് ബ്രെഡൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇതിന് ക്ലോസ് ചെയ്യാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇതിപ്പോൾ ഞാൻ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ പൊടിച്ചെടുക്കണം. ഇനി ഇത് മാറ്റി വയ്ക്കാം. നമുക്ക് പുഡിംഗ് തയ്യാറാക്കാൻ ഉപയോഗിക്കണ പാത്രം ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ സാധാരണ ഒരു സ്റ്റീൽ പാത്രമാണ് എടുക്കണത്. കുറച്ച് കുഴിയുള്ള പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കണ കേക്ക് ടിൻ ഉപയോഗിക്കാം. എന്ത് പാത്രമാണെങ്കിലും കുഴപ്പമില്ല. ഇതിലേക്ക് ഇനി ഞാൻ കുറച്ച് ബട്ടർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് താഴെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. ഒരുപാടൊന്നും വേണ്ട, ചെറുതായിട്ട് മതി. ബട്ടറിന് പകരം നിങ്ങൾക്ക് ഓയിലാണെങ്കിലും ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ സൈഡിലും ഇതുപോലെ തന്നെ ഞാൻ ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ സാധാരണ പഞ്ചസാര എടുത്തിട്ട് മിക്സിയുടെ ഒരു ജാറിലിട്ട് പൊടിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് പാലാണ്. പിന്നെ ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. ഈ ബട്ടറും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബട്ടർ ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. പക്ഷെ ബട്ടർ ചേർക്കുമ്പോൾ പുഡിങ്ങിന് നല്ലൊരു സ്ട്രക്ചർ വരും. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത ബട്ടർ സോൾട്ടഡ് ബട്ടർ ആണ്. നിങ്ങൾക്ക് ഏത് ബട്ടർ വേണമെങ്കിലും ഉപയോഗിക്കാം. അൺസോൾട്ടഡ് ബട്ടർ ഉപയോഗിക്കാം. അൺസോൾട്ടഡ് ബട്ടർ ആണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലുള്ള വിസ്കോ അല്ലെങ്കിൽ സ്പൂണോ എന്ത് ഉപയോഗിച്ച് വേണമെങ്കിലും മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടിച്ച പഞ്ചസാര ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. തരിയോടുകൂടി പഞ്ചസാര ആകുമ്പോൾ ഇത് അലിഞ്ഞ് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചില്ലേ ബ്രെഡ്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിങ്ങനെ കാണുമ്പോൾ ഒരു ലൂസ് കൺസിസ്റ്റൻസിയാണ്. ഒരു 10 മിനിറ്റ് നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പം ഇത് ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വരും. പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, 2 ടേബിൾ സ്പൂൺ തന്നെ മതി. കുറച്ച് സമയം പിടിക്കും ഇതൊന്ന് കാരമലൈസ് ആയിട്ട് വരാൻ. ഇതിന്റെ കളറ് ചേഞ്ച് ആയിട്ട് നല്ലൊരു ഡാർക്ക് ഷെയ്ഡായിട്ട് വരണം. ഒരുപാട് അങ്ങോട്ട് ഡാർക്ക് ആവാൻ നിൽക്കണ്ട. ഒരുപാട് അങ്ങോട്ട് ഡാർക്ക് ആയി കഴിഞ്ഞാൽ ഇതിന് നല്ല കയ്പായിരിക്കും. ഇപ്പൊ കണ്ടില്ലേ, ഇതിന്റെ കളറ് ചെറുതായിട്ട് ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട്. ഇളക്കി കൊടുക്കുക. എല്ലാം നന്നായിട്ട് ഉരുകി വരട്ടെ. അത്യാവശ്യം ഒരു ഡാർക്ക് ഷെയ്ഡ് ആവും വേണം. ഇത് നമ്മൾ തയ്യാറാക്കുന്നതിന് മുമ്പ് നമ്മൾ പുഡിങ് ഒഴിക്കാനുള്ള പാത്രം റെഡിയാക്കി വെക്കണം. ഒന്നും കൂടി അങ്ങോട്ട് കളർ ചേഞ്ച് ആയിട്ട് വരട്ടെ. ഈ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ കാരമൽ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താൽ അപ്പം തന്നെ നമ്മളിത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. തണുക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഈ കാരമൽ സിറപ്പ് ആ പാത്രത്തിൽ സെറ്റ് ആവും. കണ്ടില്ലേ, നമ്മുടെ കാരമൽ സിറപ്പിന്റെ കളർ ഈ ഒരു കളറാണ് വരേണ്ടത്. ഈ കാരമൽ സിറപ്പ് ഒരു 10 മിനിറ്റ് ഇതുപോലെ ഇരിക്കട്ടെ, സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് തയ്യാറാക്കി വെച്ച ബ്രെഡിന്റെ മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, ഈ പാത്രത്തിൽ കാരമൽ സിറപ്പ് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇങ്ങനെ സെറ്റായതിനു ശേഷം മാത്രം ഇതിലേക്ക് ബ്രെഡിന്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി.
ഈ ബ്രെഡിന്റെ മിക്സ് കുറച്ച് തിക്കായിട്ട് എനിക്ക് തോന്നി. ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി അല്ല നമുക്ക് വേണ്ടത്, കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇതിലേക്ക് നമുക്ക് ഈ ബ്രെഡിന്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ ഈ ഒരു മിക്സിന്റെ കൺസിസ്റ്റൻസി, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഇതിന് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക, എല്ലാവരുടെയും ഒരുപോലെ ലെവലാവാൻ വേണ്ടിയിട്ടാണ്. ഈ ബ്രെഡിന്റെ മിക്സ് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഈ കടായിലേക്ക് ഇതുപോലെ ഒരു സ്റ്റാൻഡ് ഞാൻ വെച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് സാധാരണ സ്റ്റീമർ ഉപയോഗിച്ചും ഇത് സ്റ്റീം ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കടായിൽ കാണിക്കണേന്നേ ഉള്ളൂ. സ്റ്റീമർ ഇല്ലാത്തവർക്കും ഈ കടായി അല്ലെങ്കിൽ ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഇതുപോലെ തന്നെ സ്റ്റീം ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോ ഈ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തില്ലേ, ഈ സ്റ്റാൻഡിന്റെ താഴെ നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കുന്ന സമയത്ത് വെള്ളം കുറയണുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം, നന്നായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ വെള്ളം. ഇനി ഇത് നമുക്കൊരു അലൂമിനിയം ഫോയിൽ പേപ്പർ വെച്ച് ഒന്ന് കവർ ചെയ്ത് വെക്കാം. ഞാൻ ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇത് സ്റ്റീം ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് സ്റ്റീം ഇതിലേക്ക്, അതായത് ഒരുപാട് വെള്ളം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കവർ ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ ഒക്കെ ഉപയോഗിച്ച് ഇതുപോലെ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കാം. ഇപ്പൊ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി അടപ്പ് മാറ്റി ഈ ബ്രെഡിന്റെ മിക്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് അടച്ചു വെക്കാം. അടച്ചു വെച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 30-35 മിനിറ്റ് എടുക്കും ഇത് നന്നായിട്ടൊന്ന് സ്റ്റീമായിട്ട് വരാൻ. ഇപ്പൊ ഈ ഒരു സൈസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ തിക്നെസ് കൂടുന്നതിനനുസരിച്ച് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരും. ഇത് നമുക്കിനി തുറന്ന് നോക്കാം റെഡി ആയിട്ടുണ്ടോന്ന്. ഇടയ്ക്ക് ഞാനിത് ഒരു പ്രാവശ്യം ചെക്ക് ചെയ്തിരുന്നു റെഡി ആയിട്ടുണ്ടോന്ന്. ആ സമയത്ത് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഈ അലുമിനിയം ഫോയിൽ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ ബ്രെഡ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ടൂത്ത് പിക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കത്തിയോ ഇങ്ങനെ ഒന്ന് ഇൻസെർട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇത് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഇത് റെഡി ആയെന്ന് അർത്ഥം. ഇനി ഇത് നന്നായിട്ടൊന്ന് തണക്കട്ടെ. ഇതിന് തണുത്തതിന് ശേഷം ഞാൻ കുറച്ച് സമയം ഫ്രിഡ്ജിലെടുത്ത് വെക്കും. ഇത് ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തണുക്കും. ഇത് ചൂടോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെർവ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ തണുത്തിട്ട് സെർവ് ചെയ്യാം. തണുത്തിട്ട് കഴിക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അതിനുശേഷം ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം. ഇത് ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് 3-4 മണിക്കൂർ കഴിഞ്ഞു. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്, ഫ്രീസറിലല്ല വെക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഇത് അടച്ച് വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഡ്രൈ ആയിട്ട് മാറും. ഇനി ഇതുപോലെ ഒരു കത്തി ഉപയോഗിച്ച് ഇതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് വിടിയിച്ചു കൊടുക്കുക. ഇപ്പം ഞാൻ എല്ലാ ഭാഗവും ഇതുപോലെ വിടിയിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റ് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് അൺമോൾഡ് ചെയ്തെടുക്കാം. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. കണ്ടില്ലേ, ഈ പുഡിംഗ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ സൂപ്പർ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിമിഷാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തോളാം. പിന്നെ ലൈക്ക് ചെയ്യാം. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.